ഹലോ കൂട്ടുകാരെ, കണ്ണൻസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. വളരെ രുചികരമായ രീതിയിൽ ഒരു നാടൻ ചിക്കൻ കറി എത്രയും എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 3 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറു കഷ്ണം ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത്രയും ഐറ്റമാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് ജീരകമിട്ടൊന്ന് മൂപ്പിക്കാം. ജീരകമിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആദ്യം ഇടാം. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും ഇട്ട് അതിനുശേഷം പച്ചമുളകും കൂടിയിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇവയെല്ലാം കൂടെ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒരു നന്നായിട്ടൊന്ന് മൂക്കണം. അതൊന്ന് മൂത്ത് വരുന്നതിന് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർക്കാം. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സവാള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഉപ്പും കൂടെ ആഡ് ചെയ്യുമ്പം സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. സവാള നന്നായി വഴണ്ടതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സവാള നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയോട് ചേർത്ത് നന്നായി ഒന്നുകൂടെ വഴട്ടിയെടുക്കുക. ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്കിനി അതിലേക്ക് മസാല ആഡ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് മുളക് പൊടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാനിതിലേക്ക് ഒരു 4 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അവരുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ 4 സ്പൂണാണ് ആഡ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു അര ടീസ്പൂൺ ഒരു മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടിയാണ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ആഡ് ചെയ്യാൻ. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മസാലകളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ആഡ് ചെയ്യുക. ഈ ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ആദ്യം തന്നെ ആ ചിക്കൻ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കുക. ഏകദേശം മസാലയൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ ആ ചിക്കനിലെ വെള്ളം തന്നെ ഒന്ന് ഇറങ്ങി വരും. ആ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി അതിനകത്ത് ഏകദേശം ഒരു ചെറിയ ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ടാവും. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത് അടുക്കി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് നല്ലൊരു പരുവമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം ഒന്നുകൂടെ ഇളക്കി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ശേഷം വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചൊരു വെള്ളം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളം ആഡ് ചെയ്യാനോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുന്നു. അതിനുശേഷം തുറക്കുമ്പം ഏകദേശം നല്ല മണം വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറിയുടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ ഏകദേശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് അടുക്കി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങളും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കൻ കറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിക്കാം. അതിനുശേഷം നമുക്ക് അടപ്പ് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ഗ്രേവിയുടെ അളവ് നന്നായിട്ട് വേണ്ടെന്നുള്ളവർ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഇളക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തിക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കുക. അതിനുശേഷം നമുക്കിപ്പോൾ അടപ്പ് തുറക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മണമൊക്കെ വന്ന് നമ്മുടെ ചിക്കൻ കറി ഏകദേശം നല്ല തിക്ക് ഗ്രേവി ടൈപ്പായി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് യോജിപ്പിക്കുന്നു. ഇളക്കിയൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞ് നമുക്ക് ചൂടാറിയിട്ട് കഴിക്കാം. നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ കൂട്ടുകാരെ.